തിരുവനന്തപുരം മാനവീയം വീഥിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഗതാഗത നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നു. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാത്രി 7:30 മുതൽ പുലർച്ചെ 5:30 വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ള വിവരം കൂടി വരികയാണ്. അനന്തൻ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഈ മാനവീയം വീഥി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ജീവിതത്തിന്, രാത്രിയിലൊരു സ്വതന്ത്ര ജീവിതത്തിന് വഴി തുറന്നു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗതാഗത നിയന്ത്രണം അതെന്തിനാണ്, അത് എപ്പോൾ മുതൽ തുടങ്ങും? അക്ഷയ, മാനവീയം വീഥി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുകയാണ്. ഒപ്പം തന്നെ രാത്രി ജീവിതത്തിൻ്റെ ആസ്വാദനത്തിനുള്ള വേദിയായി കൂടി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് IFFK ഒക്കെ സമയത്ത് ഒരുപാട് ആൾക്കാരാണ് ഈ നൈറ്റ് ലൈഫ് ആസ്വദിക്കാനും ഒക്കെയായി, അതുപോലെ തന്നെ കലാപ്രകടനങ്ങൾക്കുമൊക്കെയായി മാനവീയം വീഥിയിലേക്ക് വന്നത്. പക്ഷേ ഈ മാനവീയം വീഥിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടറോഡ് കൂടിയാണ്. അപ്പോൾ അതുവഴി വാഹന ഗതാഗതം നടക്കുന്നുണ്ട്, അത് പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. അപ്പോൾ ഈ ആൾക്കൂട്ടം അനുസരിച്ച് അവിടെ വാഹന ഗതാഗതം ക്രമീകരിക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ പോയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 7:30 മുതൽ പുലർച്ചെ 5:30 വരെ വാഹന ഗതാഗതം പൂർണ്ണമായും അവിടെ നിരോധിക്കുകയാണ്. കാരണം 7:30-ക്ക് ശേഷം എല്ലാ ദിവസവും അവിടെ ആൾക്കാർ ഒത്തുകൂടുന്നു, ഈ കലാപ്രകടനങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അതിലെ വാഹന ഗതാഗതം അനുവദിക്കാൻ പറ്റില്ല. നൈറ്റ് ലൈഫ് നടക്കുന്നതുകൊണ്ട് ആ സമയത്തും പറ്റില്ല. മാത്രമല്ല ഞായറാഴ്ച അവധി ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ച ഒരുപാട് ആൾക്കാർ പകൽ സമയത്തും അവിടേക്ക് എത്തും. അപ്പോഴും ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കൂടെ വാഹനങ്ങൾ പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഞായറാഴ്ച പൂർണ്ണമായും വാഹന ഗതാഗതം ഈ റോഡിലൂടെ നിരോധിക്കുകയാണ്. അതിനൊപ്പം തന്നെ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാഹനത്തിൻ്റെ വേഗത, അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററായിട്ട് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇപ്പോൾ. ശരി, എന്തായാലും മാനവീയം വീഥി ഒരു പുതിയ ഒരു പറഞ്ഞ തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമായി, അല്ലെങ്കിൽ ആളുകൾക്ക് എപ്പോഴും ഒത്തുകൂടാവുന്ന ഒരു ഇടമായി തന്നെ തിരുവനന്തപുരത്ത് മാറിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം കൂടി വരികയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, തിരക്കുണ്ടാകും. ഈ തിരക്കിനിടയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് വലിയ അപകടങ്ങൾക്കൊക്കെ ഒരു സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നടപടി.